ആൾക്കാര് പെൺകുട്ടികളുടെ കിട്ടാതെ വിഷമിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട്. അതേപോലെ തന്നെ നമ്മൾ സോഷ്യോളജിയിൽ പറയുമ്പോൾ ഒരു മാരേജ് എന്ന് പറയുന്നത് രണ്ട് വ്യക്തികളും രണ്ട് ഫാമിലിയും തമ്മിലുള്ള ഒരു ഒത്തുചേരലാണ് സോഷ്യോളജിയിൽ കല്യാണം എന്ന് ഡിഫൈൻ ചെയ്യുന്നത്. എന്തിനാണ് പെൺകുട്ടികളെ പഠിപ്പിക്കുന്നത്? മറ്റൊരു വീട്ടിൽ പോകാനുള്ളതല്ലേ എന്നുള്ളത്. മറ്റൊരു വീട്ടിൽ പോയാലും അവർക്ക് എന്താ എഡ്യൂക്കേഷൻ വേണ്ടേ? ആൺപിള്ളേർ ഇങ്ങനെ കണ്ടിട്ടുണ്ട്, ഒരു പ്രാവശ്യം ഒരു പ്രണയം പൊട്ടിപ്പോയി പിന്നെ ജീവിതകാലം മുഴുവൻ സിംഗിൾ ആയിട്ട് നടക്കാം. പെൺകുട്ടികൾ ഇതിനൊന്നും കുറച്ചും കൂടെ മൂവ് ചെയ്യും എളുപ്പത്തില്. പക്ഷെ 18 വയസ്സില് ഓടിപ്പോയിട്ട് എന്ത് ജീവിതമാണ് അവർ കെട്ടിപ്പടുക്കാൻ പോകുന്നത്? പെൺകുട്ടികൾ ചിലപ്പം മാരേജ് വേണ്ട എന്ന് പറയുന്നത് ഇത് ഫാമിലിയോട് തുറന്നു പറയാനുള്ള ഒരു പേടി കൊണ്ടാവും. ഇപ്പൊ ഞാനൊരു ഹോമോസെക്ഷൽ ആണ്, എനിക്ക് അട്രാക്ഷൻ തോന്നുന്ന ഒരു പെണ്ണിനോടാണ്. അതുപോലെ ബെസ്റ്റീസ്, അതുപോലെ കുറെ റിലേഷൻഷിപ്പ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. വെൽക്കം ടു വട്ടമേശ. ഇത്തിരി നേരം ഒത്തിരി കാര്യം. ഹായ്, ഹലോ, എന്തൊക്കെയുണ്ട്? സുഖമായിട്ടിരിക്കുന്നോ? നല്ല വിശേഷം. വിശേഷമൊന്നും അല്ല. വിശേഷമൊന്നുമല്ല. അതായത് കമന്റ് സെക്ഷൻ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലെ? ഒരു മഹാഭാരതവും ഒത്തിരി കഥയാണ് പറഞ്ഞത് അല്ലെ, അല്ലെങ്കിൽ ഒരു വേടൻ പറഞ്ഞൊരു കാര്യമാണ് പറഞ്ഞത്. പക്ഷെ അതിന്റെ കമന്റ് സെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊങ്കാല ആയിട്ടില്ല, തുടങ്ങുന്നേ ഉള്ളൂ. കമന്റ്സ് ഒക്കെ ആക്ച്വലി കുഴപ്പമില്ല. അപ്പൊ എന്തായാലും നമുക്ക് ഇച്ചിരി കൂടി കമന്റ്സ് ഒക്കെ പ്രതീക്ഷിക്കുന്ന കോണ്ടന്റ് ആയിട്ട് നമുക്ക് എന്തായാലും ഇനി അധികം വരണം അല്ലെ? ഇന്ന് വട്ടമേശയിൽ എന്താണ് സംസാരിക്കാൻ പോകുന്നത്? ഇന്നത്തെ ഏറ്റവും വലിയൊരു പ്രശ്നമാണ് ഗീതുവൊക്കെ നേരിടുന്ന ഒരു പ്രശ്നമാണ്. Why girls rejecting marriage, ഗീതു? അതെ, ഒരു അവിവാഹിത എന്നുള്ള നിലയിൽ ഒരു അവിവാഹിത എന്നുള്ള നിലയിൽ ഞാൻ മാരേജ് റിജക്ട് ചെയ്യുന്ന ഒരു വ്യക്തിയല്ല, പക്ഷെ മാറ്റി വെച്ചൊരു വ്യക്തിയാണ്. ഇപ്പൊ വേണ്ട, അതിനുള്ള പ്രായവും പക്വതയും എനിക്കായിട്ടില്ല. ആകുന്ന സമയത്ത് ഒരു നല്ലൊരാളെ കണ്ടെത്തി വിവാഹം എന്തായാലും കഴിക്കണം അല്ലേ? അതെ, അങ്ങനെ അവളോടാണ് ചോദിക്കുന്നത്. കഴിക്കണം. ഞാൻ എന്നോട് തന്നെ ആത്മകഥം. അതെ. അപ്പം പക്ഷെ ഇത് സീരിയസ് ആയിട്ട് നമ്മൾ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ്. ഇപ്പൊ ഓൾറെഡി പലരും ഇതിനെ കുറിച്ച് ചർച്ച ചെയ്യുന്നുണ്ട്. ഇപ്പോഴത്തെ ആൺപിള്ളേരുടെ ഒരു ചർച്ചാ വിഷയം തന്നെ. അതായത് എനിക്ക് തോന്നുന്നു ജെൻസി കുട്ടികളല്ല കേട്ടോ, 90s ആൾക്കാര് പെൺകുട്ടികളുടെ കിട്ടാതെ വിഷമിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട്. കല്യാണം കഴിക്കാൻ പെൺകുട്ടികളെ റിജക്ട് ചെയ്യുന്നു. പെൺകുട്ടികളെ കിട്ടാനില്ല, അല്ലെങ്കിൽ പെൺകുട്ടികൾക്ക് 90s കിഡ്സിനെ ഇഷ്ടപ്പെടുന്നില്ല, അതൊരു കാര്യമാണ്. പിന്നെ അവർ ഡിസ്റ്റർബിംഗ് ആക്കുന്ന ഒരു കാര്യം പിന്നെ അവരെ ഡിസ്റ്റർബിംഗ് ആക്കുന്ന ഒരു കാര്യം എന്താന്ന് വെച്ചാല്, വെക്കേഷൻ കഴിഞ്ഞല്ലോ. അപ്പൊ വെക്കേഷൻ സമയത്ത് നമ്മളെ പണ്ടത്തെ ആ ടിക്ടോക്കിന്റെ ആ ഒരു പാട്ട് വെച്ചിട്ടുണ്ടല്ലോ, ആ പാട്ടൊന്ന് പാടിക്കേ ഗീതു. എല്ലോളം ആ പാട്ട് എനിക്കറിയില്ല. ആ പാട്ട് വെച്ചിട്ട് കൊറേ റീൽസ് നമ്മൾ കാണാണ്. ചെറുപ്പം ആൺകുട്ടികളും പെൺകുട്ടികളും, അതായത് 18-21 വയസ്സായ ചെറുതെന്ന് തോന്നിപ്പിക്കുന്ന ഒരു ബോഡി സൈസിലുള്ള ആൺകുട്ടികളും പെൺകുട്ടികളും കല്യാണം കഴിക്കുന്നു. അപ്പൊ അവരുടെ കല്യാണം കാണുമ്പോൾ ഇത്ര ചെറിയ കുട്ടികൾ കല്യാണം കഴിക്കുകയാണ്. ഞങ്ങൾ 90s കിഡ്സ് ഇപ്പോഴും കെട്ടാതെ ഇവിടെ നിൽക്കാണ്. ഞങ്ങൾക്ക് നോക്കുമ്പോ ഫുള്ള് ഇവരുടെ ഒക്കെ വിഷമമാണ് അല്ലെ? കമന്റ് ബോക്സ് കാണണം അല്ലെ? അതല്ലേ കുറച്ചും കൂടെ രസം. കമന്റ് ബോക്സിൽ നല്ല ക്രിയേറ്റിവിറ്റി കാണാം. അത് ശരിയാണ്, നമ്മളതും പ്രതീക്ഷിക്കാം അല്ലെ? അപ്പൊ ഈ ഒരു വിഷയം ഒരുപാട് ആൾക്കാർ ചർച്ച ചെയ്ത കാര്യമാണ്. വൈ ഗേൾസ് റിജക്ട് മാരേജ് എന്ന് വെച്ചാൽ അതിന്റെ പുറകിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതായത് ആദ്യം തന്നെ എനിക്ക് പറയാൻ തോന്നുന്നത്, നല്ലൊരു ഫാമിലി ലൈഫ് കാണിച്ചു കൊടുക്കാൻ അല്ലാണ്ട് അവർ കാണുന്നില്ല. അവർ ചോദിക്കുന്നത് ഞാൻ എന്തിനു കെട്ടണം, എൻ്റെ ചേച്ചി കല്യാണം കഴിച്ചിട്ട് ഇതാണ് അവസ്ഥ, അല്ലെങ്കിൽ എൻ്റെ അപ്പുറത്തെ വീട്ടിലെ ആ കൊച്ചു കല്യാണം കഴിച്ചിട്ട് ഇതാണ് അവസ്ഥ, സ്വന്തം വീട്ടിൽ ഇതാണ് അവസ്ഥ, പിന്നെ ഞാൻ എന്തിന് കല്യാണം കഴിക്കണം. ആ ഒരു കാര്യം വരുമ്പോഴാണ് ഫോബിയ എന്ന് നമ്മൾ പറയാം, ഗ്യാമോഫോബിയ. അതായത് ഒരു ലോങ് ടൈം കമ്മിറ്റ്മെന്റിലോ റിലേഷൻഷിപ്പിലോ പെൺകുട്ടികൾ ഇപ്പം അവര് കമ്മിറ്റഡ് ആവാനായിട്ട് ആഗ്രഹിക്കുന്നില്ല എന്ന് വിചാരിച്ച റിലേഷൻഷിപ്പിന് കുറവൊന്നുമില്ല. റിലേഷൻഷിപ്പ് കുറെ നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട് അല്ലെ? പലതരം റിലേഷൻഷിപ്പ്, ഫ്രണ്ട്സ് വിത്ത് ബെനിഫിറ്റ്സ്, അതുപോലെ ബെസ്റ്റീസ്, അതുപോലെ കുറെ റിലേഷൻഷിപ്പ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. പക്ഷെ
ലോങ് ടൈം ആയിട്ടുള്ള ഒരു കമ്മിറ്റ്മെന്റിന് ആർക്കും താല്പര്യമില്ല. ഇതേപോലെ ഫോബിയ ആണ്. ഫോബിയ എന്ന് പറയുമ്പോൾ ആൺകുട്ടികൾക്ക് മാത്രമല്ല പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും ഫോബിയ ഉണ്ടാവാറുണ്ട്. മെഹർ പറഞ്ഞ പോലെ തന്നെ നമ്മള് ചുറ്റുവട്ടം കാണുന്ന കാര്യങ്ങൾ. ഇപ്പം എന്റെ അച്ഛനും അമ്മയും കല്യാണം കഴിച്ചതിന് ശേഷം അവര് വഴക്കാണ്, അവർക്ക് നല്ലൊരു ഫാമിലി ലൈഫ് കിട്ടിയിട്ടില്ല. അപ്പൊ ഞാൻ കല്യാണം കഴിച്ചാലും ഇത് തന്നെയാണ് അവസ്ഥ. എന്റെ ചേച്ചിയെ കല്യാണം കഴിച്ചു കൊടുത്തിട്ട് ഇതേപോലെ സ്ത്രീധനവുമായി ബന്ധപ്പെട്ട കുറെ കാര്യങ്ങൾ വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ഫിസിക്കൽ അബ്യൂസുകൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്. അങ്ങനെ ആവുമ്പോൾ സ്വാഭാവികമായിട്ടും ആർക്കായാലൊരു പേടി വരും. അതേപോലെ തന്നെ തേപ്പ് കിട്ടിയിട്ടുള്ള ആളുകൾ തേച്ചിട്ട് പോയവര് ചിലപ്പോൾ കൂളായിട്ട് തേച്ചിട്ട് പോയിട്ടുണ്ടാവാം. പക്ഷെ ഇവിടെ ആത്മാർത്ഥമായിട്ട് നിന്നിരുന്ന ഒരാൾക്ക് എത്രമാത്രം ഒരു ട്രോം അത് നൽകിയിട്ടുണ്ട്. ഇപ്പോൾ അവർ സ്റ്റക്കാണ്, അവിടെ ചെയ്യാൻ പറ്റാത്തൊരു സ്റ്റക്ക്. അപ്പം അങ്ങനത്തെ ഉള്ള ഒരു സാഹചര്യത്തില് ഇനിയൊരു പാർട്ട്ണറുടെ അടുത്ത് എനിക്ക് പോകണ്ട. നമ്മുടെ ചൂടുവെള്ളത്തില് വീണ പൂച്ച പച്ചവെള്ളം കണ്ടാലും പേടിക്കുമല്ലോ. ആ ഒരു അവസ്ഥ മിക്ക പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും ഉണ്ട്. നമ്മൾ കുറെ ആൺപിള്ളേർ ഇങ്ങനെ കണ്ടിട്ടുണ്ട്. ഒരു പ്രാവശ്യം ഒരു പ്രണയം പൊട്ടിപ്പോയി, പിന്നെ ജീവിതകാലം മുഴുവൻ സിംഗിൾ ആയിട്ടുണ്ട് നടക്കാം. പെൺകുട്ടികൾ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ മൂവ് ഓൺ ചെയ്യും എളുപ്പത്തില്. പെൺകുട്ടികൾക്ക് എല്ലാം എനിക്ക് തോന്നുന്നു അവര് ഭയങ്കര ഫ്ലെക്സിബിൾ ആയിട്ടുള്ള, നമുക്കറിയാം നമ്മുടെ പാരന്റ്സ് എങ്ങനെയാണ് വളരെ ഇമോഷണലി പറയും. ആൺകുട്ടികൾ ഇമോഷണലി സ്ട്രോങ്, ആക്ച്വലി സ്ട്രോങ് പെൺകുട്ടികളാണ്. ഇമോഷണലി സ്ട്രോങ് അവരാണ്, പെൺകുട്ടികളാണ്. എത്രയോ പ്രശ്നങ്ങളാണ് അവരെ ചുറ്റിപ്പറ്റി നിൽക്കുന്നതെങ്കിലും അവര് എല്ലാം ഇങ്ങനെ, ഇപ്പൊ നമ്മുടെ വീട്ടിൽ നമ്മുടെ പാരന്റിനെ, നമ്മുടെ ഉമ്മാനെ അല്ലെ അമ്മയൊക്കെ നോക്കിയാൽ മതി, എങ്ങനെയാണ് അവര് ഇത്രയും കാര്യങ്ങള് ഇമോഷണലി ഹാൻഡിൽ ചെയ്യുന്നത്. ഭയങ്കര സ്ട്രോങ് ആണ് ആക്ച്വലി അവരെല്ലാവരും. അപ്പോ അവർക്ക് ഇത്തിരിയും കൂടി ഒരു തേപ്പ് കിട്ടിക്കഴിഞ്ഞാലും ചില വർഷങ്ങൾ, ചിലവർ മറക്കാത്തവരുണ്ടെന്നാലും കുറച്ച് വർഷങ്ങൾക്ക് ശേഷം അവർ മൂവ് ഓൺ ചെയ്യുന്നതാണ് കൂടുതലായിട്ടും കണ്ടിരിക്കുന്നത്. അപ്പം ഈ ഇമോഷണലി അല്ലെങ്കിൽ മെന്റലി നമ്മുടെ പെൺകുട്ടികൾ കുറച്ചും കൂടെ സ്ട്രോങ് ആണ്. അവർ കുറച്ചും കൂടെ കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യും. കുറച്ചും കൂടെ ഒരു പക്വത പെൺകുട്ടികൾക്കാണെന്ന് വേണമെങ്കിൽ പറയാല്ലേ. അപ്പം എനിക്ക് തോന്നുന്നു ഈ പക്വതയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് നമ്മളിപ്പോൾ ഈ ഗേൾസിന്റെയും ബോയ്സിന്റെയും മാരേജ് കഴിക്കാനുള്ള ഒരു ഏജ് 18 വയസ്സ് ഗേൾസിനും 21 വയസ്സ് ബോയ്സിനും. അപ്പൊ ഇതിനെപ്പറ്റി ഒരു ചർച്ച ഇതുപോലെ വേറെ ഏതൊരു ചാനലിൽ നടന്നപ്പോഴാണ് പെൺകുട്ടികൾ പെട്ടെന്ന് മെന്റലി മെച്യൂരിറ്റി ആവും, അവർക്ക് കാര്യങ്ങൾ കുറച്ചുകൂടി ഹാൻഡിൽ ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് 18 വയസ്സ് എന്നുള്ളൊരു സാധനം വെച്ച് തന്നിട്ട് ആരോ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ശരിക്കും അങ്ങനെ ഒരു കാറ്റഗറൈസേഷൻ വേണോ? അല്ല, തീർച്ചയായിട്ടും വേണം. ഇപ്പം 18 വയസ്സുള്ളൊരു പെൺകുട്ടി എന്ന് പറയുമ്പോൾ ഇപ്പൊ +2 കഴിയുമ്പോൾ ഒരു 17 വയസ്സായിരിക്കും. 18 വയസ്സെന്ന് പറയുമ്പോൾ നമ്മൾ കോളേജിൽ പോകുന്ന ഒരു പ്രായമാണ്. അപ്പം നമുക്ക് ഇപ്പം 17 വയസ്സിലും 18 വയസ്സിലും എന്താണോ ഞാൻ ചിന്തിച്ചിരുന്നതെന്ന് എനിക്കിപ്പം അറിയാം. അന്ന് ഞാൻ ചെയ്തിരുന്ന കാര്യങ്ങൾ ആലോചിക്കുമ്പം ഇപ്പൊ 23-ാമത്തെ വയസ്സിൽ എനിക്ക് ചിരി വരും. പക്ഷെ ഒരു 26 വയസ്സാവുമ്പം ഞാൻ 23 വയസ്സിൽ എന്തൊക്കെയാണ് ചെയ്തത്, എങ്ങനെയാണ് ചിന്തിച്ചിരുന്നത് എന്നുള്ളത് ചേഞ്ച് ആവും. അപ്പൊ നമ്മള് മാറുന്നതിനനുസരിച്ച് ഒരു 18 വയസ്സെന്ന് പറയുമ്പോൾ സത്യം പറഞ്ഞാല് ഇപ്പം ചിലപ്പം ഫിസിക്കലി നമ്മൾ ഓക്കെ ആയിട്ടുണ്ടാവാം, പക്ഷെ മെന്റലി ഓക്കെ ആയിട്ടുള്ളവരുണ്ടാവാം. 18 വയസ്സിൽ മെന്റലി ഓക്കെ ആയിട്ടുള്ളവരുള്ളത് കൊണ്ടാണ് കുറെ കല്യാണങ്ങൾ നടക്കുന്നത്. പക്ഷെ നമുക്ക് കിട്ടേണ്ട ഒരു ഇന്റലിജൻസ് ഉണ്ടല്ലോ, അല്ലെങ്കിൽ നമ്മൾ അനുഭവത്തിൽ നിന്ന് പഠിക്കേണ്ട ഒരു കാര്യമുണ്ട്. അത് നമുക്ക് 18 വയസ്സിൽ കിട്ടിയിട്ടില്ല. കാരണം നമ്മൾ വളർന്നത് നമ്മളൊരു സറൗണ്ടിങ്സിലാണ്, നമ്മുടെ കോളേജ് അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുമുള്ള ആളുകൾ. അത് കഴിഞ്ഞ് നമ്മളൊന്ന് പുറത്തു പോയി ഒരു ജോലിക്ക് പോയി കഴിയുമ്പോഴാണ് കുറച്ചും കൂടെ ലോകം വലുതാണ്, ആളുകൾ വലുതാണ്. അല്ലെങ്കിൽ എൻ്റെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നത്, ഞാൻ എല്ലാ കാര്യങ്ങളും ഭയങ്കര ക്ലോസ് ആയിട്ട് ഇമോഷണലി എടുത്തിരുന്ന ഒരാളാണ്. എന്നുവെച്ചാല് കോളേജിൽ പഠിക്കുമ്പോഴായാലും അല്ലെങ്കിൽ സ്കൂളിൽ പഠിക്കുമ്പോഴായാലും എൻ്റെ ഫ്രണ്ട്സ്, എൻ്റെ ആളുകൾ അവരെന്നോട് എന്തെങ്കിലും മോശമായിട്ട് പറയുക അല്ലെങ്കിൽ അവരെന്നോട് മിണ്ടാതിരിക്കുക, അപ്പൊ ഇമോഷണലി എനിക്ക് ഫീൽ ചെയ്യുമായിരുന്നു. പക്ഷെ നമ്മൾ ഒരു ജോലിക്ക് പോയി, കുറച്ച് ആളുകളുണ്ട്, അവിടെ ഒരു ജോലി സ്ഥലമാണ്, അങ്ങനെയൊക്കെ നമ്മൾ കുറെ കാര്യങ്ങൾ മനസ്സിലാക്കുമ്പോൾ നമ്മൾ ഇമോഷണലി എല്ലാ കാര്യങ്ങളും എടുക്കേണ്ട ആവശ്യമില്ല. നമുക്ക് കുറച്ച് ഇന്റലിജൻസോട് കൂടി കാര്യങ്ങൾ നമുക്ക് പെരുമാറാൻ പറ്റും. അപ്പൊ നമ്മുടെ കാഴ്ചപ്പാട്, എല്ലാ കാര്യത്തിലുള്ള കാഴ്ചപ്പാട്, ഇപ്പൊ ഒരു പാർട്ട്ണറെ കുറിച്ചുള്ള കാഴ്ചപ്പാട് അല്ലെങ്കിൽ നമ്മുടെ ഫ്യൂച്ചറിനെ കുറിച്ചുള്ള കാഴ്ചപ്പാടൊക്കെ മാറും. അപ്പൊ ആ ഒരു ടൈം ആൺകുട്ടിക്കും പെൺകുട്ടിക്കും ആവശ്യമാണ്. അതെ, ഈ 18 ഇപ്പോ ഇല്ല, പക്ഷെ എനിക്കും കണക്ട് ചെയ്യാൻ പറ്റും. ഒരു 10ാം ക്ലാസ് കഴിയുക അല്ലെങ്കിൽ ഒരു +1 +2 കഴിയുമ്പോൾ തന്നെ നമുക്ക് എല്ലാവർക്കും ആ ഒരു ഏരിയ അല്ലെങ്കിൽ നമ്മളുടെ ഒരു ഇത് വെച്ചിട്ട് പറയുന്നത് നമുക്ക് കല്യാണങ്ങൾ വന്നു തുടങ്ങും. ഒരു കല്യാണത്തിന് പോകാൻ പറ്റാത്ത അവസ്ഥ. അങ്ങനെ പെട്ടെന്ന് കല്യാണം കഴിപ്പിച്ചിടാം എല്ലാവർക്കും മതി. അങ്ങനെയല്ല, അതൊരു എന്താ പറയാ അടിച്ചേൽപ്പിക്കപ്പെട്ട ഒരു സംഭവമായിരുന്നു, കമ്പൽസറിയാണ്. ഗീതു പറഞ്ഞതിനോടൊരു വിയോജിപ്പുണ്ട്. ഗീതു പറഞ്ഞത് ഒരു ഇപ്പൊ ഗീതുവിടെ ഒരു ചുറ്റുപാടിനോട്
അതുകൊണ്ടായിരിക്കും ഗീതു അത് മാത്രമേ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവുള്ളായിരിക്കും. ഇമോഷണലി ഡെവലപ്ഡ് ആയിട്ട് കുട്ടികൾ റെഡിയാവുന്നു. അത് മാത്രമല്ല ഫാമിലി ബാക്ക്ഗ്രൗണ്ട് കൂടി ഉണ്ടാവും. ചിലവര് കുട്ടികളെ ഫോഴ്സ് ചെയ്ത് കഴിപ്പിക്കും. ചിലപ്പോ ഒട്ടും ഫാമിലിയില് എന്താ പറയാ ഫിനാൻഷ്യലി സ്റ്റേബിൾ അല്ലാത്ത ഒരാൾക്കാരാന്ന് വിചാരിച്ചു. ഒരു പയ്യൻ വരാണ്, ഒന്നും വേണ്ട ഞങ്ങൾ കിട്ടിക്കൊള്ളാന്ന് പറഞ്ഞിട്ട് അങ്ങനെ കല്യാണം കഴിഞ്ഞ് പോവുക. എത്ര പേരാന്നറിയോ അങ്ങനെ പോകുന്നത്, ഒന്നും ചോദിച്ചിട്ടില്ല, ഭാഗ്യമില്ലേ എന്നും പറഞ്ഞിട്ട് കിട്ടിക്കുന്നവരുണ്ട്. പിന്നെ അതേപോലെ തന്നെ ചേച്ചി അനിയത്തി ഒരു വീട്ടിലുണ്ടെങ്കിൽ, ഇപ്പം ചേച്ചി അനിയത്തിയും 1 വയസ്സ് വ്യത്യാസമുള്ളൂ, 1.5 വയസ്സ് വ്യത്യാസം ഉണ്ടെങ്കിൽ ചേച്ചിയുടെ കുട്ടിക്ക് എപ്പോഴും പ്രഷർ ആയിരിക്കും. മൂത്ത കുട്ടിയുടെ കല്യാണം കഴിഞ്ഞ് അതിന്റെ ബാധ്യത കഴിഞ്ഞിട്ട് വേണം ഇളയ കുട്ടിയുടെ കല്യാണം നടത്താൻ. അപ്പൊ മൂത്തതിന്റെ വേഗം കഴിഞ്ഞാലേ ഇളയ കുട്ടിയുടെ കാര്യം കൂടെ ചെയ്യാൻ പറ്റുള്ളൂ. പ്രത്യേകിച്ച് 2 പെൺകുട്ടികളാണെങ്കിൽ ഭയങ്കര പ്രഷറാണ്. അതിൽ നിന്നൊക്കെ ഒരുപാട് മാറ്റങ്ങൾ ഇപ്പൊ നടക്കുന്നുണ്ട്, ഇല്ലെന്ന് പറയാൻ പറ്റില്ല. ഒരുപാട് മാറ്റങ്ങൾ നടക്കുന്നുണ്ട്. മാറ്റത്തിന്റെ ഭാഗമാണ് ഇപ്പൊ ഗേൾസ് കല്യാണം വേണ്ട എന്ന് പറയുന്നുള്ള കാര്യം. ഒരു 10 വർഷത്തിന് മുമ്പും 10 വർഷത്തിന് ശേഷവും നല്ലൊരു വ്യത്യാസമുണ്ട്. ഇപ്പൊ എന്റെയൊക്കെ സമയത്താണെന്നുണ്ടെങ്കിൽ എന്തൊക്കെ കേട്ടിട്ടുണ്ടെന്ന് അറിയോ, ബ്രോക്കേഴ്സിന്റെ കയ്യിൽ നിന്നും ഒക്കെ വേഗം കെട്ടിക്ക് എന്തിനാ കൊച്ചിനെ പഠിപ്പിച്ചിട്ട്, നിങ്ങൾക്ക് എന്തിനാന്ന് ഒരു ആവശ്യമില്ല. എന്റെ പാരന്റ്സിന്റെ അടുത്ത് എന്റെ ബ്രോക്കേഴ്സിന് പഠിപ്പിച്ചിട്ട് അങ്ങനെയൊക്കെ ഒന്ന് ചോദിക്കും, എന്തിനാണ് പെൺകുട്ടികളെ പഠിപ്പിക്കുന്നത്, മറ്റൊരു വീട്ടിലേക്ക് പോകാനുള്ളതല്ലേ? എനിക്ക് അങ്ങനത്തെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. അത് ഓൾമോസ്റ്റ് എല്ലാവരും കേൾക്കുന്ന പെൺകുട്ടികളുള്ള പാരന്റ്സ് ഇപ്പൊ കേൾക്കുന്നുണ്ടെന്ന് അറിയില്ല, പക്ഷെ മുമ്പ് കേട്ടിരുന്ന ഒരു ചോദ്യമാണ്, എന്തിനാണ് പെൺകുട്ടികളെ പഠിപ്പിക്കുന്നത്, മറ്റൊരു വീട്ടിൽ പോകാനുള്ളതല്ലേ എന്നുള്ളത്. മറ്റൊരു വീട്ടിൽ പോയാലും അവർക്ക് എന്താ എഡ്യൂക്കേഷൻ വേണ്ടേ എന്നുള്ളതാണ്. എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് നമ്മൾക്ക് ജീവിക്കാനുള്ളൊരു പവർ ആണ് എഡ്യൂക്കേഷൻ. നമ്മളായി തിരിച്ചറിയാനായിട്ട് ഉള്ള ഒരു കാര്യമാണ് ഈ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഇങ്ങനെ ഒരു കൃത്യമായിട്ടുള്ളൊരു അനുഭവം എനിക്കുണ്ടായിട്ടുണ്ട്. ഞാൻ പറഞ്ഞിട്ടില്ലേ, ഞങ്ങൾക്കൊരു കടയുണ്ട്. അപ്പൊ ആ കടയിൽ 8ാം ക്ലാസ് തൊട്ടിട്ട് ഞാനാ നിൽക്കുന്നത്. അപ്പോൾ കുറെ പേര് നമ്മളെ കാണുകയൊക്കെ ചെയ്യുമല്ലോ. ചിലപ്പോൾ കടയിലൊക്കെ വന്നിട്ടായിരിക്കും പെണ്ണ് കാണലൊക്കെ നടക്കുക. അപ്പോ അങ്ങനെ ഒരു കണ്ടിട്ട് പോകും, അറിയാത്ത പോലെ പോകും. അപ്പൊ ഒരു സുമച്ചി പറഞ്ഞു, ഒന്ന് കാണണം കുട്ടി. ഉമ്മച്ചി അടുത്തൊരു ബ്രോക്കർ വന്നിട്ട് പറയാ, അമ്മൂനെ ഒന്ന് കാണണം എന്ന് പറയും. ഇല്ല അങ്ങനെ വന്നവർക്കും പോണവർക്കും കാണിക്കാനായിട്ടെന്നല്ല അവള് പഠിക്കാൻ എത്തിയ, ഒന്ന് കണ്ടോട്ടെ. അപ്പൊ ഇല്ലില്ല കാണിക്കില്ല എന്ന് പറഞ്ഞു. വേഗം കെട്ടിച്ചോ, ഇപ്പൊ 18-19 വയസ്സായി, വേഗം കെട്ടിച്ചു. ഇപ്പോഴുള്ള ഭംഗി നിങ്ങളെ പഠിപ്പിച്ച് കാത്തിരിക്കുമ്പോ ആ ഭംഗിയൊക്കെ പോകുന്നു. അപ്പൊ ഞാനിങ്ങനെ മനസ്സിൽ ആലോചിച്ചു, ഭംഗിയിലാണോ കല്യാണ ആലോചന ഇരിക്കുന്നത്? അതൊരു ഫാക്ടർ. അതല്ല, ആ ഒരു ഭംഗി എന്നുള്ള ഫാക്ടർ പല പെൺകുട്ടികളുടെ ജീവിതത്തെയും എഫക്ട് ചെയ്തിട്ടുള്ള കാര്യം തന്നെയാണ്. ഞാനിങ്ങനെ ചോദിച്ചു, അപ്പൊ എന്റെ മേത്തത്തിരി ചൂടുവെള്ളം വീണ് കഴിഞ്ഞാൽ ആഫ്റ്റർ മാരേജ് എന്തെങ്കിലും ഇങ്ങനെയൊക്കെയാന്ന് പറഞ്ഞു. പിന്നെ അതേപോലെ തന്നെ വേറൊരു ഇൻസിഡന്റ് ഉണ്ടായിട്ടുണ്ട്. അമ്മു ഡിഗ്രി, അപ്പൊ ഞാൻ ഡിഗ്രിക്ക് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പയ്യൻ 10ാം ക്ലാസ് ആണ് എന്ന് പറഞ്ഞു. അപ്പൊ നമുക്ക് അതിനൊന്നുമില്ല. അവരുടെ ജോലി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അവരുടെ കുടുംബത്തിലെ ബുദ്ധിമുട്ടുകൾ കാരണമായിരിക്കാം അവർ പഠിത്തം നിർത്തുകയും ജോലിക്ക് പോവുകയും ചെയ്തത്. അപ്പോൾ ഉമ്മച്ചി പറഞ്ഞില്ല, അമ്മുക്ക് ഇത്തിരി വിദ്യാഭ്യാസമുള്ള ഒരാളെയാണ് നോക്കുന്നതെന്ന് പറഞ്ഞു. അതെന്താണ്, പെൺകുട്ടിക്ക് വിദ്യാഭ്യാസം ഉണ്ടെന്ന് പറഞ്ഞിട്ട് ആൺകുട്ടിക്ക് വിദ്യാഭ്യാസം വേണം? അടിച്ചേൽപ്പിക്കുന്ന പോലെയാണ് ഈ വന്നൊരു പോണവരൊക്കെ പറയുന്നത്. പക്ഷെ എന്റെ പാരന്റ്സിനെ അതിൽ സമ്മതിച്ചു കൊടുത്തേ പറ്റുള്ളൂ. അവര് ആര് വന്നാലും, കുടുംബക്കാര് വന്ന് പറഞ്ഞാലും, അയൽവാസികൾ പറഞ്ഞാലും, അറിയാത്തവർ പറഞ്ഞാലും, അവർ സ്ട്രോങ് ആയിട്ട് നിന്ന് പഠിപ്പിക്കുക തന്നെയാണ് ചെയ്തിരിക്കുന്നത്. എനിക്കിത് പറഞ്ഞപ്പോഴേ നമ്മുടെ ജയ 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 ഹേ സിനിമ ഉണ്ടല്ലോ, കറക്റ്റ് എനിക്ക് അതാണ് ഓർമ്മ വന്നത്. ലാസ്റ്റ് ഒരു ഡയലോഗ് ചോദിക്കുന്നുണ്ട്, നിനക്ക് വേണ്ടിയാണ് നിന്റെ അച്ഛൻ ഇത്ര നാള് ജീവിച്ചത്, നീ പറഞ്ഞ എന്തെങ്കിലും ആഗ്രഹം ഞാൻ സാധിച്ചു തരാതിരുന്നിട്ടുണ്ടോ എന്ന് പറയുമ്പം അവളുടെ ഒരു നോട്ടുണ്ടല്ലോ, അല്ലേ, മഹാരാജാസി പഠിക്കണം എന്ന് പറഞ്ഞു സമ്മതിച്ചില്ല, എല്ലാം വേഗം പിടിച്ച് കെട്ടിച്ചു. എന്നിട്ടൊക്കെ ആ പെൺകുട്ടിയുടെ മാത്രം കുറ്റാവാണ്. ഇതേപോലെ തന്നെ ഇപ്പോഴും 18 വയസ്സിൽ ഈ കാര്യം പറഞ്ഞ്, അല്ലെങ്കിൽ കുറച്ച് സൈസ് ഉള്ള കുട്ടിയാണ്, കുറച്ച് വണ്ണുള്ള കുട്ടിയാണ്, കുറച്ച് ഹൈറ്റ് ഉള്ള കുട്ടിയാണ്, കുറച്ച് കഴിഞ്ഞാല് ചെക്കനെ കിട്ടില്ല, അല്ലെങ്കിൽ പല കാരണങ്ങൾ പറഞ്ഞ് കല്യാണം കഴിപ്പിക്കുന്ന ആളുകളുണ്ടാവും. അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഒരു മാരേജിന്റെ ഒരു കാരണം ഞാൻ ചിന്തിക്കുന്നത്, ചിലപ്പം ഒരു റിലേഷൻഷിപ്പിലായിട്ടുണ്ടെങ്കിൽ അത് വീട്ടിൽ പിടിച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പം പെട്ടെന്ന് പിടിക്കുമല്ലോ, പിടിച്ചിട്ടുണ്ടെങ്കിൽ നിനക്ക് ഒരു റിലേഷൻഷിപ്പ് ഓൾറെഡി ഉണ്ട്, ഇനി ഇവിടെ നിർത്തിയിട്ട് കാര്യമില്ല, വേണ്ട ഇവിടെ കല്യാണം കഴിപ്പിച്ച് വിടണം. അപ്പം അങ്ങനെ ഒരു സിറ്റുവേഷൻ വരുമ്പം 18 വയസ്സുള്ള ഒരു കുട്ടീനെ വീട്ടുകാർ തന്നെ കല്യാണം കഴിപ്പിച്ച് വിടും എന്നുള്ളൊരു സാഹചര്യം വരുമ്പം ആ കുട്ടി ആലോചിക്കുമ്പം 18 വയസ്സിൽ എന്നെ പരിചയമില്ലാത്ത ഒരാളെ കല്യാണം കഴിക്കുന്നതാണോ, എന്നെ പരിചയമുള്ള ഒരു ചേട്ടന്റെ കൂടെ ഓടിപ്പോകുന്നതാണോ എനിക്ക് നല്ലത് എന്ന് തോന്നിക്കൂടെ, അല്ലേ? അത് എനിക്ക് ഇത് പറഞ്ഞതിനോട് എനിക്ക് അത്ര അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. ആ കുട്ടിക്ക് അങ്ങനെ തോന്നിക്കൂടെ? തോന്നാതിരിക്കാം, അത് അവരുടെ ഇഷ്ടം. പക്ഷെ 18 വയസ്സില്
ഓടിപ്പോയിട്ട് എന്ത് ജീവിതമാണ് അവർ കെട്ടിപ്പടുക്കാൻ പോകുന്നത്? ഇല്ല, അത് പിന്നീടുള്ള കാര്യമാണ്. അത്രയും ആലോചിക്കാനുള്ളൊരു ഇന്റലിജൻസ് ഈ കുട്ടിക്ക് വന്നിട്ടുണ്ടാവില്ല. ഇല്ല, ഇന്റലിജൻസ് ഇല്ലാത്തതുകൊണ്ടാണല്ലോ 18 വയസ്സിൽ പോയി കല്യാണം കഴിക്കുന്നത്. ഇപ്പൊ ഈ റീസെന്റ് 2 കപ്പിൾസ്, ഒരു കപ്പിൾ കല്യാണം കഴിച്ചില്ലേ? അപ്പൊ ആ കുട്ടി പറയുന്നുണ്ടായിരുന്നു, ഞാൻ യൂണിഫോം പോലും എടുത്തില്ല, പഠിക്കുന്ന പുസ്തകങ്ങൾ മാത്രം എടുത്താണ് പുള്ളിക്കാരന്റെ കൂടെ പോയെന്ന്. അത് കണ്ടപ്പോ ഞാൻ ആക്ച്വലി ശരിക്കും എനിക്കറിയാം, ചിലപ്പോ 18 വയസ്സായിട്ടുണ്ട്, 18 വയസ്സായിട്ടുണ്ട്, +2ലേക്ക് എനിക്കൊന്ന് വൈകി ചേർത്ത് വല്ലതായിരിക്കാം. അപ്പൊ ആ കുട്ടി പറയാം, യൂണിഫോം ഒന്നും എടുത്തില്ല, അതൊക്കെ നോക്കാലോ, ഞാൻ ബുക്സ് മാത്രം എടുത്തോണ്ടാ പോയെന്ന്. ശരിക്കും പെൺകുട്ടികള് നിനക്ക് കുറച്ചു നേരത്തെ ഗീതു പറയുന്നുണ്ടായിരുന്നു, ഫിസിക്കലി മെന്റലി ഒക്കെ ഫിനാൻഷ്യലി സ്റ്റേബിൾ ആയതിനു ശേഷം മാത്രം കല്യാണമായി കഴിച്ചാൽ മതി എന്നുള്ള അഭിപ്രായമാണ് എനിക്ക്. കാരണം ഞാനൊക്കെ നേരത്തെ കല്യാണം കഴിഞ്ഞ് പോയി. അപ്പൊ അത് ഈ അതായത് 20 വയസ്സിൽ കല്യാണം കഴിഞ്ഞു, ഡിഗ്രി കഴിഞ്ഞ് ഉടനെ കല്യാണമായിരുന്നു. അത് കഴിഞ്ഞ് ഉടനെ ജോലിക്ക് കയറി ജോലിയിലൂടെയാണ് കുറെ എക്സ്പീരിയൻസും എന്താണ് പുറം ലോകം എന്നതും ഒക്കെ ഞാൻ അറിഞ്ഞതും ഞാൻ ഇപ്പൊ ഇവിടെ ഇരുന്ന് സംസാരിക്കുന്നത് പോലും. പക്ഷെ അങ്ങനെ അവസരങ്ങൾ നിഷേധിക്കപ്പെടുന്ന, വീടിൻ്റെ ഉള്ളിൽ മാത്രം ഒതുങ്ങിപ്പോകുന്ന ഒരുപാട് പെൺകുട്ടികളുണ്ട്. ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പൊ അതൊക്കെ കണ്ടിട്ടാണ്, അല്ലെങ്കിൽ അതൊക്കെ നേരിട്ട് കണ്ടിട്ടാണ് ഇപ്പോഴത്തെ പെൺകുട്ടികൾ എന്തിന് ഞാൻ എൻ്റെ ജീവിതം മറ്റൊരാൾക്ക് വേണ്ടിയിട്ട് സാക്രിഫൈസ് ചെയ്യുന്നു. കാരണം ആസ് എ പാർട്ട്ണർ, എൻ്റെ ഒരു കാഴ്ചപ്പാടില് അല്ല, ഒരു പാർട്ട്ണർ എന്ന് പറയുമ്പോൾ നമ്മൾ ഒരുമിച്ച് വളരണം, ഒരുമിച്ച് വളരണം. അതായത് ചിലപ്പോൾ ജോലിയിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നമുക്ക് അയാളെ സപ്പോർട്ട് ചെയ്യാൻ പറ്റണം, നമുക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ പുള്ളി തിരിച്ച് സപ്പോർട്ട് ചെയ്യണം. ഒരു ബിസിനസ് തുടങ്ങുകയാണെങ്കിൽ ഒരുമിച്ച് അതിനുള്ള ചിലപ്പോൾ ഐഡിയാസ് നമുക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റണം, അല്ലെങ്കിൽ ഫിനാൻഷ്യലി നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റണം, തിരിച്ചും അങ്ങനെ. പക്ഷേ പലയിടത്തും കാണുന്നത് ഞാൻ നോക്കിക്കോളാം, ഇടപെടണ്ട, ഒരു ഡോമിനേഷൻ. അത് ഇപ്പോഴത്തെ പെൺകുട്ടികൾ ആഗ്രഹിക്കുന്നുണ്ടാവില്ല. ഇല്ല, അവര് സെൽഫ് ലവ് എന്നുള്ളൊരു കൺസെപ്റ്റ് ആണ് മിക്ക പെൺകുട്ടികൾക്ക്. സെൽഫ് ലവ് വേണ്ട, സെൽഫ് ലവ് വേണം. അല്ല, നമുക്ക് ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് വേണം, നമുക്ക് സ്വാതന്ത്ര്യം വേണം. ഈ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഒരു പാർട്ട്ണർ എന്ന് പറയുന്നത് നമ്മുടെ സ്വപ്നങ്ങളെ ഒന്ന് സപ്പോർട്ട് ചെയ്യുന്ന ആളാവണം. അങ്ങനെ ഒരു പാർട്ട്ണറെ കണ്ടെത്തിയാൽ മാത്രമേ ആളുകൾ ഇപ്പൊ കല്യാണം കഴിക്കുന്നുള്ളൂ. അത് അവരുടെ ചോയ്സ് ആണ്. ഇപ്പം എനിക്ക് വയസ്സായി, അല്ലെങ്കിൽ എനിക്ക് 30 വയസ്സായി, എനിക്ക് 29 വയസ്സായി, എനിക്ക് 35 വയസ്സായി എന്നുള്ളതല്ല കല്യാണം കഴിക്കാനുള്ള ഒരു മാനദണ്ഡം. നമ്മൾ ഫിസിക്കലി, മെന്റലി, ഫിനാൻഷ്യലി നമ്മൾ ഓക്കെ ആവുന്ന സമയത്ത് ഒരു റോങ് ആയിട്ടുള്ള ഒരു മാരേജിനേക്കാൾ നല്ലത് ഒരു ലേറ്റ് ആയിട്ടുള്ള മാരേജ് തന്നെയാണ്. അതെ, ഇത് പറഞ്ഞപ്പോഴാണ് നമ്മുടെ മറ്റേ പാർവതി ആസിഫില് ഉയരെ എന്ന് പറഞ്ഞ ഫിലിമില് അനാർക്കലി ഇങ്ങനെ കാണിച്ചിട്ട് പറയും, ഇതിലൊന്നായിരിക്കണം മാരേജ് എന്ന് പറയണം, അല്ലാതെ ഒന്നിലോട്ട് മാത്രം ഒതുക്കരുത് എന്നുള്ള കാര്യമുണ്ട്. പിന്നെ പറയാൻ പറ്റുന്നൊരു പെൺകുട്ടികൾ പേടിക്കുന്ന, അല്ലെങ്കിൽ ഒരു ഉള്ളിൽ എപ്പോഴും അവരെ ഹോണ്ട് ചെയ്യുന്ന കാര്യം എന്ന് വെച്ചാല് ചെന്ന് കയറുന്ന വീട്ടിൽ അവർ ട്രീറ്റ് ചെയ്യുന്ന കുറച്ച് പരിപാടികൾ ഉണ്ടാവുമല്ലോ. അപ്പൊ ഇത് പറഞ്ഞപ്പോഴാണ് വീണ്ടും ഞാൻ ഇങ്ങനെ കുറെ ഇന്റർവ്യൂസ് കാണുന്നതുകൊണ്ടാണ് കേട്ടോ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇന്റർവ്യൂസ് ഗോപിനാഥിന്റെ തമിഴ് ചാനലിലെ ഗോപിനാഥിന്റെ ഇന്റർവ്യൂസ്, ഡിബേറ്റ്സ് ഞാൻ ഇരുന്ന് കാണാൻ എനിക്ക് ഇഷ്ടമാണ് കാണാനായിട്ട്. അപ്പൊ അതില് കണ്ടിട്ടില്ല, നല്ല രസമാണ് കാണാനായിട്ട്. അപ്പൊ അതില് ഇതുപോലെ മാരേജിന്റെ ഇത് പല വിഷയങ്ങളും അവർ സംസാരിക്കാറുണ്ട്. അപ്പൊ അതിലൊരു പ്രായമായിട്ടൊരു, എനിക്ക് തോന്നുന്നു നമ്മുടെ അമ്മമാരുടെ പ്രായമുണ്ട്, 50 വയസ്സുണ്ടാവും. അപ്പം അവരവരുടെ എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ഒരു കാര്യം സൊസൈറ്റിയോട് പറയാണ്. അതായത് ഒരു പെൺകുട്ടി അവളുടെ വീട്ടിൽ നിന്ന് വളർന്ന്, ഒരു പെൺകുട്ടിയെ വളർത്തിക്കൊണ്ട് വരുന്നത് തന്നെ അവിടെ പോകരുത്, ഇവിടെ പോകരുത്, അത് ചെയ്യരുത്, ഇത് ചെയ്യരുത്, ഇങ്ങനെ വെക്കരുത്, സൗണ്ട് കേൾക്കാനായിട്ട് അതുപോലെ വളർത്തിയിട്ടാണ് കല്യാണം കഴിപ്പിച്ചിട്ട് മറ്റൊരു വീട്ടിലോട്ട് ചെല്ലുന്നത്. അവിടെ ചെല്ലുമ്പോഴാണ് നമ്മൾ ഇത്രയും നാളും ഫോളോ ചെയ്ത റൂളല്ല, ഇതിലും വലിയ റൂൾസ് ആണ് അവിടെ ഫോളോ ചെയ്യാനുള്ളത്. അപ്പോൾ ഒരു പെൺകുട്ടിക്ക് സ്വാതന്ത്ര്യമായിട്ട് ജീവിക്കണമെങ്കിൽ, ഭർത്താവിൻ്റെ വീട്ടിലായാലും അവളുടെ വീട് എന്ന് പറഞ്ഞ് ജീവിക്കണമെങ്കിൽ ഒരു 50 വയസ്സെങ്കിലും ആവുന്നു. കാരണം അവരുടെ പാരൻസ് എല്ലാവരും പോയി കഴിഞ്ഞാൽ മാത്രമാണ് അവരുടെ വീടായിട്ട് കിട്ടുക. അങ്ങനെ ജീവിച്ചിട്ട് വലിയ കാര്യമുണ്ടോ? അതൊരു ചോദ്യമാണ്. കാരണം അവരുടെ ജീവിതം അവരുടെ ഇഷ്ടത്തിന് ജീവിക്കേണ്ടേ? അതായത് ഇപ്പോൾ നമുക്കൊരു ലൈഫുണ്ട്, നമ്മളുടേതായ ഇഷ്ടങ്ങൾക്ക് ജീവിക്കാതെ അവരുടെ റൂൾ അനുസരിച്ച് ജീവിച്ച് 50 വയസ്സായിട്ട് ഇനി ഞാൻ ജീവിക്കാന്ന് പറഞ്ഞതിൽ അർത്ഥമുണ്ടോ എന്ന് ചോദിച്ചപ്പോ ശരിയല്ലേ? അത് ശരിയാണ് അല്ലേ? അതിപ്പോഴത്തെ കുട്ടികളെ ചിന്തിക്കുന്നുണ്ട്. അതുകൊണ്ടാണ്. അപ്പോൾ അതുപോലെ തന്നെ
ഒരു സൈക്കോളജിസ്റ്റ് പറയുന്നുണ്ടല്ലോ, ഇപ്പൊ ഒരു കുട്ടി കല്യാണം ഒരു പുരുഷൻ കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവനൊരു സെപ്പറേറ്റ് ഒരു വീടെടുത്ത് മാറാൻ എപ്പോൾ അവന് ക്യാപ്പബിലിറ്റി ആവുന്നോ അപ്പോൾ കല്യാണം കഴിച്ചാൽ മതി. ഫാമിലി എന്ന് പറയുന്നത് കല്യാണം കഴിച്ചിട്ട് ഉണ്ടാവുന്നത്, അത് പുതിയതായിട്ടൊരു ഫാമിലി എന്ന് പറയുന്നത് ഒരു ആണും പെണ്ണും കല്യാണം കഴിച്ച് അവർക്കൊരു കുട്ടി ഉണ്ടാവുമ്പോഴാണ് ഒരു ഫാമിലി ആവുന്നത്. അല്ലാതെ ഒരു പെൺകുട്ടിയെ കല്യാണം കഴിപ്പിച്ച് കൊണ്ടുവന്നിട്ട് ഒരു ഗ്രൂപ്പ് ഓഫ് ഫാമിലി എന്ന് പറയുന്ന ഫാമിലി എന്ന് വിളിക്കാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. പക്ഷെ അത് ജോയിന്റ് ഫാമിലി സിസ്റ്റം, ന്യൂക്ലിയർ ഫാമിലി എന്നൊക്കെ പറഞ്ഞ് നമ്മള് കണ്ടിട്ടുള്ളതാ. പക്ഷെ അന്നത്തെ ഒരു സിസ്റ്റം അല്ലെങ്കിൽ അന്നത്തെ ആറ്റിറ്റ്യൂഡോ അന്നത്തെ കൾച്ചറോ അന്നത്തെ അവസ്ഥയല്ലേ ഇന്ന്. അപ്പൊ ജോയിന്റ് ഫാമിലി, ന്യൂക്ലിയർ ഫാമിലിന്റെ ഒക്കെ ഐഡിയ തന്നെ മാറിയെന്ന് തോന്നുന്നു. അതേപോലെ തന്നെ നമ്മൾ സോഷ്യോളജിയിൽ പറയുമ്പം ഒരു മാരേജ് എന്ന് പറയുന്നത് രണ്ട് വ്യക്തികളും രണ്ട് ഫാമിലിയും തമ്മിലുള്ള ഒരു ഒത്തുചേരലാണ് സോഷ്യോളജിയിൽ കല്യാണം എന്ന് ഡിഫൈൻ ചെയ്യുന്നത്. പക്ഷെ ഇന്നത്തെ കാര്യത്തില് ഒരു ബോയും ഗേളും കല്യാണം കഴിക്കുന്നു. പക്ഷെ ഇന്നത്തെ കാര്യത്തിൽ നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല. കാരണം നമുക്ക് എന്നത്തെ കാലത്തിലും അതങ്ങനെ പറയാൻ പറ്റില്ല. പക്ഷെ ഇപ്പൊ ഒരുമിച്ച് താമസിക്കുന്ന ഹോമോസെക്ഷൽ ആയിട്ടുള്ള ആളുകളുണ്ട്, ലെസ്ബിയൻ കപ്പിൾസ് ഉണ്ട് നമുക്ക്. പക്ഷെ ഗെയ്സ് ഉണ്ട്. ഈ പറഞ്ഞ പോലെ പെൺകുട്ടികൾ ചിലപ്പം മാരേജ് വേണ്ട എന്ന് പറയുന്നത് ഇത് ഫാമിലിയോട് തുറന്നു പറയാനുള്ള ഒരു പേടി കൊണ്ടാവാം. ഇപ്പൊ ഞാനൊരു ഹോമോസെക്ഷൽ ആണ്, എനിക്ക് അട്രാക്ഷൻ തോന്നുന്ന ഒരു പെണ്ണിനോടാണ് എന്ന് തുറന്നു പറയാനായിട്ടുള്ള ഒരു മടി കൊണ്ട് ഹൈഡ് ചെയ്ത് ചിലപ്പം കല്യാണം വേണ്ട എന്ന് വിചാരിച്ചിരിക്കുന്നവരുണ്ടാവും. എത്ര നാൾ അവര് ഹൈഡ് ചെയ്യും? അത് ശരിയാണ് അല്ലേ? ഇപ്പൊ അവര് ഹോമോസെക്ഷൽ ആണെന്നുള്ള കാര്യം എത്ര നാൾ അവര് ഹൈഡ് ചെയ്യും? ഇനിയിപ്പോ അങ്ങനെ ഹൈഡ് ചെയ്ത് വെച്ചിട്ട് ഒരു പുരുഷനെ കൊണ്ടിട്ട് ആ പെൺകുട്ടിയെ കല്യാണം കഴിപ്പിച്ചു, അവരുടെ ഫാമിലി അല്ലെങ്കിൽ അവരുടെ മാരേജ് ലൈഫ് ഹാപ്പി ആയിരിക്കും? അല്ല. അതൊക്കെ എന്താ പറയാ, ഇപ്പോഴും പലർക്കും അക്സെപ്റ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. അത് ഇനി കുറച്ചും കൂടി കഴിയണം അതൊന്ന് ആക്സെപ്റ്റ് ആയിട്ട് വരാനായിട്ട്. അപ്പൊ അങ്ങനെ കുറെ ഫാക്ടേഴ്സ് ഇതിന്റെ അകത്ത് ഉണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അത് ഫിലിം സ്റ്റാർ നമ്മളോട് ചോദിക്കാൻ പറ്റത്തില്ല.